ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ആൾക്കാരുടെ എണ്ണം 18ആയി. 30ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 13, 14, 15 എന്നീ സ്ഥലങ്ങളിലാണ് വൻ തിരക്ക് അനുഭവപ്പെട്ടത്. അപകടത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റിയ ചില ആൾക്കാരുടെ നില ഗുരുതരമാണെന്നും ഞങ്ങളുടെ ബ്യൂറോ ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെ ഈ 18 പേരുടെ മരണത്തിനും ഇത്രയധികം ആൾക്കാർക്ക് പരിക്കേൽക്കാനും ഇടയൊക്കെ ഒരു സംഭവം എങ്ങനെ ഉണ്ടായി? പ്രേക്ഷകൻ രാവിലെ ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകനൊരു അത്ഭുതം ഉണ്ടാകും. ന്യൂഡൽഹി പോലെ വലിയൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു ദുരന്തത്തിന് സാധ്യത? വെരി ഗുഡ് മോർണിംഗ് SKN. യഥാർത്ഥത്തിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രി ഈ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായത്. ഞാനിപ്പോൾ ഉള്ളത് 14, 15 നമ്പർ പ്ലാറ്റ്ഫോമുകളിലാണ്. ഇവിടെയാണ് ഏറ്റവും ദാരുണമായ സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 1500ഓളം ജനറൽ ടിക്കറ്റുകൾ ആ ഒരു സമയത്ത് ഇന്നലെ വൈകിട്ട് 8 മണിക്കും രാത്രി 10:30ക്കും ഇടയിൽ വിറ്റ് തീർന്നു എന്നാണ് റെയിൽവേയുടെ കണക്കുകൾ തന്നെ വ്യക്തമാകുന്നത്. 2 ട്രെയിനുകളിലേക്ക് പോകേണ്ട ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ട്രെയിനുകൾ വൈകി ഓടുകയായിരുന്നു. ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ ട്രെയിൻ, പ്രയാഗ്രാജിലേക്കുള്ള ഒരു സ്പെഷ്യൽ ട്രെയിൻ ആ സമയത്ത് എത്തും എന്ന അഭ്യൂഹം പടർന്നു. ഇതിനെ തുടർന്ന് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ട ഒരു തീവണ്ടി അവസാന നിമിഷം 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിവെച്ചു എന്ന റെയിൽവേയുടെ അനൗൺസ്മെന്റ് കൂടി വരുന്നത്. ഇതോടുകൂടി യാത്രക്കാർ കൂടുതലായും ഈ 12 നമ്പറിൽ ഉണ്ടായിരുന്നവർ 16 നമ്പറിലേക്ക്, ഇത് 13, 14, 15 പ്ലാറ്റ്ഫോമുകൾ കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള തിക്കും തിരക്കും ഉണ്ടായി. ഇതാണ് ഈ അപകടത്തിന് ഇത്രത്തോളം ഗുരുതരമായ തരത്തിൽ തിക്കും തിരക്കും അനുഭവപ്പെടാൻ ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത്. ഈ സംഭവത്തിൽ മരിച്ച 18 പേർ മരിച്ചു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. 15 മൃതദേഹങ്ങൾ LNJP ആശുപത്രിയിലും 3 മൃതദേഹങ്ങൾ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലും സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് അധികൃതർ അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. എങ്കിൽ പോലും അതിൻ്റെ ഇരട്ടിയിലേറെ പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും സ്ത്രീകളും കുട്ടികളും തന്നെയാണ് ഈ അപകടത്തിലും ഇരയായിരിക്കുന്നത്. 11 സ്ത്രീകളും 4 കുട്ടികളും മരിച്ച 18 പേരിൽ ഉൾപ്പെടുന്നു. ഇത്രത്തോളം ശക്തമായ ആൾത്തിരക്ക് അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ കുറേ പേർക്ക് ബോധക്ഷയം ഉണ്ടാവുകയായിരുന്നു. കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. ഇവരുടെ ദേഹത്ത് ചവിട്ടി മറ്റ് യാത്രക്കാർ ഓടുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ഈ മരണനിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയത്. SKN സൂചിപ്പിച്ച പോലെ തന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഒരു ദിവസം ഏതാണ്ട് 250 മുതൽ 275ഓളം ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. 17 പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണ് ന്യൂഡൽഹിയിലേത്. ഈ തിരക്ക് സാധാരണ നിലയിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തിരക്ക് നമുക്കിപ്പോൾ കാണാം. ഇപ്പോഴും നിരവധി പേർ ഈ ട്രെയിൻ കാത്ത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. പ്രയാഗ്രാജിലേക്കും മഹാകുംഭമേള ആരംഭിച്ചത് മുതൽ തന്നെ പ്രത്യേക തീവണ്ടികൾ ആരംഭിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രത്യേക തീവണ്ടി കാത്ത് വന്ന ആളുകൾ, ഒപ്പം തന്നെ പ്രയാഗ്രാജിലേക്ക് പോകാനുള്ള തീർത്ഥാടകരാണ് ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരിൽ ബഹുഭൂരിഭാഗവും. ഈ ഒരു സമയത്ത് പോലും നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. എവിടെ പോകാൻ വേണ്ടി? എവിടേക്കാ പോകുന്നത്? തിരുവനന്തപുരം. ഇന്നലെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു? രാവിലെ അറിഞ്ഞിരുന്നു. ഇത്രത്തോളം തിരക്ക്, അതായത് ഏത് സമയവും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ന്യൂഡൽഹിയിലേത് എങ്കിൽ 2 ട്രെയിനുകൾ വൈകുകയും ഒപ്പം മൂന്നാമതൊരു പ്രത്യേക തീവണ്ടി ഉണ്ട് എന്ന പ്രതീക്ഷയിൽ ആളുകൾ എത്തുകയും അതിനിടെ മറ്റൊരു തീവണ്ടിയിൽ പോകാനായി മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കാത്തുനിന്ന ആളുകളെ മുഴുവൻ അവസാന നിമിഷം ഈ പ്ലാറ്റ്ഫോം മാറ്റിയതായുള്ള അനൗൺസ്മെന്റിനെ തുടർന്ന് അവർ നീങ്ങുന്നതുമുണ്ടായ സാഹചര്യമാണ് ഇത്രത്തോളം ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. 18 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ആശുപത്രികൾ. എങ്കിൽ പോലും റെയിൽവേ ഇതുവരെ ഔപചാരികമായി മരിച്ചവരുടെ പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ആ പട്ടിക സാധാരണ റെയിൽവേയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റെയിൽവേയാണ് അന്തിമമായ സ്ഥിരീകരണം നൽകേണ്ടത്. എന്നാൽ ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഈ അപകടത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കാനുള്ള ശ്രമം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഒരു തിക്കിനും തിരക്കിനും സമാനമായ സംഭവമാണ് ഉണ്ടായത് എന്നും
അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുത് എന്നുമുള്ള വിശദീകരണമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ വന്നത്. പിന്നീട് ഏറെ വൈകി മാത്രമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥിരീകരിച്ചത്. ഈ അപകടമുണ്ടായി 8 മണിക്ക് തുടങ്ങിയ തിരക്ക് 10:30യോടുകൂടി ജനങ്ങൾ ഒട്ടും നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. നിരവധി പേർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ രാത്രിയിലെല്ലാം തന്നെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നത്. ആളുകൾ ഭീതിയെ തുടർന്ന്, വലിയ ആൾത്തിരക്കിൻ്റെ ഭീതിയെ തുടർന്ന് ആളുകൾ ഓടുമ്പോൾ അവരുടെ ചെരുപ്പുകളും ബാഗുകളും മറ്റും ഉപേക്ഷിച്ച് ജീവൻ രക്ഷിച്ച ആളുകൾ ഇവിടെ നിന്നും ശ്വാസം കിട്ടുന്ന സ്ഥലത്തേക്ക് ഓടി മാറുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും പുറത്തു വന്നത്. ഒപ്പം ട്രെയിൻ പോകാൻ തയ്യാറായിരിക്കുന്ന യാത്രയ്ക്കായുള്ള ട്രെയിൻ പിടിക്കാൻ ഓടുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള അതീവ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്നാൽ ഈ അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് മറച്ചുവെക്കാൻ, അപകടത്തിൻ്റെ ആഘാതം കുറച്ചു കാണിക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും ശ്രമിച്ചു എന്ന ആക്ഷേപവും ഉയരുന്നു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ മരണമുണ്ടായതായി സ്ഥിരീകരിക്കുകയും തിക്കും തിരക്കും ഉണ്ടായതായി സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം എക്സ് ഹാൻഡിലിൽ ഒരു സന്ദേശം പങ്കുവെക്കുകയും പിന്നീട് അത് എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ സംഭവത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിനെതിരെയും പ്രതിപക്ഷം അടക്കം ഈ മണിക്കൂറുകൾക്കകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അപകടത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ അപകടവും കുറച്ചു കാണിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്നതതല അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി ചീഫ് സെക്രട്ടറിയോടും ഡൽഹി പോലീസ് കമ്മീഷണറോടും ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. പരിക്കേറ്റവരെ 2 ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുന്നു. LNJP ആശുപത്രിയിലും ഒപ്പം തന്നെ ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലുമായാണ് ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ നിലവിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങളും ഈ 2 ആശുപത്രികളിലായാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ പേര് വിവരങ്ങൾ, അവർ ഏത് നാട്ടുകാരാണ് അടക്കമുള്ള വിവരങ്ങൾ റെയിൽവേ ഔദ്യോഗികമായി തന്നെ അല്പസമയത്തിനകം തന്നെ പങ്കുവയ്ക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ആശുപത്രികളിൽ നിന്നും ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ട്. കാരണം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പലരുടെയും നില അതീവ ഗുരുതരമാണ്. അത് സ്ത്രീകളും കുട്ടികളും തന്നെയാണ് ഗുരുതരമായി അവർക്ക് പരിക്കേറ്റത് ഈ അപകടത്തെ തുടർന്ന്. നിലവിൽ രാത്രി തന്നെ ഫയർഫോഴ്സിനെ എത്തി ഈ പ്രദേശത്ത് നിന്നും ആളുകളെ, അപകടത്തിൽപ്പെട്ടവരെ മാറ്റിയിരുന്നു. കൂടാതെ ഇവിടെ അവരുടെ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ ഉൾപ്പെടെയുള്ളവ നിലവിൽ ഇപ്പോൾ വൃത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിനെയും ഫയർഫോഴ്സും ഡൽഹി പോലീസും രാത്രി തന്നെ സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഏത് സമയവും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന വിമർശനം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. കാരണം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഇവിടേക്കില്ല. 1500 ടിക്കറ്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിൽക്കുന്നു. ഇത് 1500 ജനറൽ ടിക്കറ്റുകളാണ്. അവരുടെ മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ കയ്യിൽ ഉണ്ടാകില്ല എന്നുള്ള ഗൗരവതരമായ വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഈ ഇത്രത്തോളം ആളുകൾ അല്ലെങ്കിൽ ട്രെയിനുകളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രത്തോളം ടിക്കറ്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിറ്റ് തീർന്നപ്പോൾ പോലും റെയിൽവേ അത് ഗൗരവത്തോടെ കണ്ടില്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അടക്കമുള്ളവർ ഈ പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ശാന്തമാണ്. സാധാരണ നിലയിൽ മറ്റ് ട്രെയിനുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. SK ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ അപകടത്തിൽ 18 പേർക്കാണ് അന്ത്യമുണ്ടായിരിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ചില ആൾക്കാരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ഇന്നലെ രാത്രി ഉണ്ടായ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. അവിടുത്തെ തിക്കും തിരക്കും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം ഇത്രയും വലിയ തിരക്ക് താങ്ങാൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് കഴിയില്ല. എന്നാൽ നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഈ വലിയ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തിരക്ക് റെയിൽവേ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയധികം ആളുകൾ മരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ഒരു സുരക്ഷാ പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന നമ്മുടെ മഹാനഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചിരിക്കുന്നത്. 18 പേരുടെ ജീവനാണ് ഇന്നലെ രാത്രി 10 മണിയോടെ ഉണ്ടായ ഈ ദുരന്തത്തിൽ സംഭവിച്ചത്. സങ്കടകരമായ കാര്യമാണ്.